കോഴിക്കോട് കോർപ്പറേഷനിൽ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 45 സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിച്ചത്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് കാരപ്പറമ്പ് ഡിവിഷനിൽ മത്സരിക്കും. പുതുമയുള്ള ഒരു പ്രചാരണ രീതിയും വളരെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയും അവതരിപ്പിച്ചുകൊണ്ടാണ് NDA ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു വികസിത കേരളം യാഥാർത്ഥ്യമാക്കാനുള്ള ഒന്നാന്തരം അവസരമായി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സമീപിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് വോട്ടർമാരോടുള്ളത്. ഇതുവരെ കേരളത്തിന് ശീലമല്ലാത്ത ഒരു ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കണമെന്നാണ് ഞങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരിശ്രമിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 2015 തെരഞ്ഞെടുപ്പിലും 2020 തെരഞ്ഞെടുപ്പിലും അഭൂതപൂർവമായിട്ടുള്ള ജനപിന്തുണ NDAക്ക് ലഭിച്ച ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായി. ഒരു മുന്നേറ്റം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഞങ്ങൾക്ക് 2 തെരഞ്ഞെടുപ്പിലും കിട്ടിയിട്ടുണ്ട്. ചുണ്ടിനും കപ്പിനും ഇടയിൽ ഞങ്ങൾക്ക് സീറ്റുകൾ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു പട്ടിക ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. VS രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, K സുരേന്ദ്രൻ പറഞ്ഞതുപോലെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട സീറ്റുകൾ കൂടി പിടിച്ചെടുക്കുക, അതിനുവേണ്ടിയാണ് ഇപ്പോൾ നവ്യ ഹരിദാസ് ഉൾപ്പെടെ പ്രമുഖരെ തന്നെ മത്സരിപ്പിക്കുന്നത്. മറ്റാരൊക്കെയാണ് സ്ഥാനാർത്ഥികളാകുന്നത്? വിനിത, BJPയെ സംബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ പ്രതീക്ഷകളുണ്ട്. കാരണം കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ കുറേ വാർഡുകളുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച പ്രദേശങ്ങളുണ്ട്. കോഴിക്കോട് നോർത്തിലും ബേപ്പൂർ മേഖലയിലും കോഴിക്കോട് സൗത്തിലും ഉൾപ്പെടെ പല പ്രദേശത്തും BJPക്ക് 2ാം സ്ഥാനത്തെത്താൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ 7 വാർഡുകൾ BJPയുടെ വാർഡ് കൗൺസിലർമാരാണുള്ളത്. ഈ 7 വാർഡുകൾ ഉൾപ്പെടെ 21 വാർഡുകളിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ന് 41 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചില വാർഡുകളിൽ തർക്കം നിലനിൽക്കുന്നതുകൊണ്ട് ആ വാർഡുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. ചാലപ്പുറം, ചക്കോരത്തുകുളം, തോപ്പയിൽ തുടങ്ങിയ ചില വാർഡുകളാണ് പ്രഖ്യാപിക്കാൻ ബാക്കിയുള്ളത്. മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് നിലവിൽ കൗൺസിലറായിട്ടുള്ള കാരപ്പറമ്പ് വാർഡിൽ തന്നെ 3ാം തവണയും അവർ ജനവിധി തേടുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിലവിലെ പുതിയറ വാർഡിൽ ബിന്ദു ഉദയകുമാറിനെയാണ് മത്സരിപ്പിക്കുന്നത്. അതോടൊപ്പം പുതിയറയിൽ നിലവിലെ കൗൺസിലറായിട്ട് T റനീഷ് പൊറ്റമ്മൽ വാർഡിൽ മത്സരിക്കും. കോട്ടൂളി വാർഡിൽ അതുപോലെ തർക്കം നിലനിൽക്കുന്നു. ചക്കോരത്തുകുളം വാർഡിൽ തർക്കം നിലനിൽക്കുന്നു. തോപ്പയിൽ വാർഡിൽ തർക്കം നിലനിൽക്കുന്നു. ചാലപ്പുറത്ത് ഈ വാർഡുകളിലൊക്കെ തന്നെ RSSന്റെ തീരുമാനത്തിന് വിടാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതനുസരിച്ച് വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. ചാലപ്പുറം വാർഡിൽ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇളവ് കിട്ടേണ്ടതുണ്ട്. ജില്ലാ അധ്യക്ഷന്മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. അതിൽ ഇളവ് കിട്ടിയാൽ പ്രകാശ് ബാബു തന്നെ മത്സരിക്കും. സംസ്ഥാന സെൽ കോർഡിനേറ്ററായിട്ടുള്ള VK സജീവിന്റെ പേരും ചാലപ്പുറത്തുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്വതന്ത്രനെ പരീക്ഷിക്കാനും ചാലപ്പുറത്ത് തീരുമാനമായിട്ടുണ്ട്. ചാലപ്പുറം വാർഡ് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസും RSSന്റെ ഉത്തര കേരളത്തിലുള്ള ഓഫീസുമൊക്കെ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട വാർഡാണ്. മാത്രമല്ല ചാലപ്പുറം ഇത്തവണ BJP വലിയ പ്രതീക്ഷ വെച്ച് പുറത്തുന്ന വാർഡാണ്. അവിടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹിളാ മോർച്ച നേതാവ് രമ്യ മുരളി നടുവട്ടത്താണ് മത്സരിക്കുന്നത്. അത്തരത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് 21 മുതൽ 25 വരെ വാർഡുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനാണ് തീരുമാനം. അതനുസരിച്ചുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ ചുമതലയുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത്. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ദില്ലി സ്ഫോടനത്തിൽ അന്വേഷണം NIA ഏറ്റെടുക്കുന്നു എന്ന നിർണായക അപ്ഡേറ്റുകൾ കൂടി വരികയാണ്. ആഭ്യന്തര മന്ത്രാലയം NIA അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നു. സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകൻ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് നിഗമനം. പിന്നിലാരൊക്കെ, അതാണ് കണ്ടെത്തേണ്ടത്.